DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യ വിതരണമാണ് 62 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ. നിലവിലെ 2000 രൂപയിൽ നിന്ന് ഉടനെ തന്നെ 3000 രൂപയിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതായത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ പലരും വർഷങ്ങൾക്ക് ശേഷം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. ഇങ്ങനെയുള്ളവർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അർഹതയുള്ള ഇനിയും പെൻഷൻ ലഭിക്കാത്തവരെ പെൻഷൻ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിനാൽ ഒരിക്കൽ പെൻഷൻ അനുവദിക്കപ്പെട്ടു എന്ന് കരുതി എക്കാലത്തും സർക്കാർ പെൻഷൻ ലഭിക്കുവാൻ അർഹതയുണ്ടാവില്ല. സാമ്പത്തിക ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് വഴി പെൻഷനുള്ള അർഹതയും നഷ്ടപ്പെടും. ഇത്തരത്തിൽ പെൻഷൻ അർഹത നഷ്ടപ്പെടുവാനുള്ള കാരണങ്ങൾ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഈ മാസത്തെ ക്ഷേമ പെൻഷനായ 2000 രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും 24-ാം തീയതി മുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക ആനുകൂല്യം തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ യോഗ്യതകൾ പാലിക്കേണ്ടതുണ്ട്. കാലങ്ങളായി നിലനിൽക്കുന്ന അർഹതാ മാനദണ്ഡങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. ഇത് അർഹതയുള്ള അനേകം ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. അതേസമയം നിലവിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി ഒഴിവാക്കാനും അർഹതയില്ലാത്തവർക്ക് സ്വയം പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവസരമായി ഇത് മാറുമെന്നും അറിയിപ്പുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ എല്ലാ പദ്ധതികൾക്കും ഈ മാറ്റങ്ങൾ ബാധകമായിരിക്കും. പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കുടുംബ വാർഷിക വരുമാനമാണ്. നിലവിലെ നിയമപ്രകാരം കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത്. വരുമാനം കണക്കാക്കുമ്പോൾ അവിവാഹിതരായ മക്കളുടെ വരുമാനം കൂടി ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ നിലവിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള പരിശോധനകളിൽ പലർക്കും 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം രേഖപ്പെടുത്തുന്നത് കാരണം ഗുരുതര രോഗബാധിതർക്കും പാവപ്പെട്ടവർക്കും പോലും അപേക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് പരിഹരിക്കാൻ വരുമാന പരിധി ഉയർത്തുന്നത് സർക്കാർ ആലോചിക്കുന്നുണ്ട്. വീടുകളിൽ AC ഉള്ളവർക്ക് നിലവിൽ പെൻഷൻ യോഗ്യതയില്ല. AC ഒരു ആഡംബര വസ്തുവായി കണക്കാക്കിയാണ് ഇങ്ങനെയുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC സ്ഥാപിക്കേണ്ടി വരാറുണ്ട്. ഇത്തരം സവിശേഷ സാഹചര്യങ്ങൾ പരിഗണിച്ച് മെഡിക്കൽ നിർദ്ദേശമുള്ളവർക്ക് AC-യുടെ കാര്യത്തിൽ ഇളവുകൾ നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതുമാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വിരമിച്ച് സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സാധാരണയായി ഈ ക്ഷേമ പെൻഷൻ അർഹതയുണ്ടായിരിക്കില്ല. അതോടൊപ്പം ആദായനികുതി അടയ്ക്കുന്ന വ്യക്തികൾക്ക് ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കില്ല. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഇതിനായി വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നതും ശ്രദ്ധിക്കുക. അഗതി മന്ദിരങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സ്ഥാപനങ്ങൾ വഴി സംരക്ഷണം ലഭിക്കുന്നതിനാൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. വീടുകളിൽ സ്വന്തമായി 1000 CCക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഉള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയും നിലവിലുണ്ട്. ഈ മാനദണ്ഡത്തിലും കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ തുടങ്ങിയ മറ്റ് പ്രധാന അർഹതാ മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ലെന്നാണ് സൂചന. അനർഹരായവർ പെൻഷൻ പട്ടികയിൽ തുടരുന്നുവെന്ന പരാതികൾ വ്യാപകമായതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബാങ്ക് അക്കൗണ്ട്, ഭൂമി രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, വാഹന വിവരങ്ങൾ എന്നിവ വരും മാസങ്ങളിൽ കൂടുതൽ കർശനമായി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള അർഹരായ ഗുണഭോക്താക്കൾ ഭയപ്പെടേണ്ടതില്ലെന്നും ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ കൃത്യമായി പുതുക്കി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. മുൻപ് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന സമയത്ത് പെൻഷൻ അപേക്ഷിക്കുകയും പിന്നീട് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്തവർക്കായി സർക്കാർ പുതിയൊരു വഴിയൊരുക്കുന്നുണ്ട്. സാമ്പത്തിക ശേഷി ഉയർന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ടറിയിച്ച് ഗുണഭോക്താക്കൾക്ക് സ്വമേധയാ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. ഇങ്ങനെ സ്വയം മാറി നിൽക്കുന്നവർക്ക് ഭാവിയിൽ മറ്റ് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ക്ഷേമ പെൻഷൻ പദ്ധതി കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പുനർനിശ്ചയിക്കാനും കൃത്യമായ പരിശോധനകൾ നടത്താനും പുതിയ സർക്കാർ വൈകാതെ തീരുമാനമെടുക്കും. ഈ പരിശോധനകളിലൂടെ അർഹതയില്ലാത്തവരെ പൂർണ്ണമായും കണ്ടെത്തുകയും അവരെ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അനർഹരെ പുറത്താക്കുന്നതിനൊപ്പം തന്നെ അർഹരായ എല്ലാ പാവപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ തുടർന്നും ലഭ്യമാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ക്ഷേമ പെൻഷൻ അർഹരായവരുടെ കൈകളിൽ മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കുവാനുള്ള കർശനമായ നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. വരുമാന സർട്ടിഫിക്കറ്റിലെ പ്രശ്നങ്ങൾ മൂലവും രോഗാവസ്ഥയിൽ AC ഉപയോഗിക്കുന്നത് കൊണ്ടും പെൻഷൻ നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ടവർക്ക് പുതിയ പരിഷ്കാരങ്ങൾ ആശ്വാസമാകും. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അർഹതാ മാനദണ്ഡങ്ങളും വരാനിരിക്കുന്ന പരിശോധനകളും കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത് അനിവാര്യമാണ്. ക്ഷേമ പെൻഷൻ അർഹതാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ സർക്കാർ തീരുമാനങ്ങളും നടപടികളും അടുത്തു തന്നെ ഔദ്യോഗികമായി പുറത്തുവരുന്നതാണ്. അത്തരം അറിയിപ്പുകൾ എത്തുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.